ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മണ്ണുത്തിയിടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ദേശീയപാത അതോറിറ്റി. ചാലക്കുടി പുഴമ്പാലത്തിന് സമീപം പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് കത്തി. ബൈക്ക് യാത്രക്കാരന് പൊള്ളലേറ്റു. ഗുരുവായൂർ ഇന്നർ റിംഗ് റോഡിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വൻ അപകടമൊഴിവായത് തലനാരിഴക്കി. എന്തൊരു പകയാണ് കേന്ദ്രത്തിന് കേരളത്തിനോടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക മൂലം എല്ലാ പദ്ധതികളിൽ നിന്നും കേരളത്തെ ഒഴിച്ചു നിർത്തുകയാണെന്നും മുഖ്യമന്ത്രി. ഗുരുവായൂരിൽ ഹെലിപാഡ് നിർമ്മിക്കുന്നതിനെ ചൊല്ലി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തർക്കം. നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിടത്തിന് മുകളിലാണ് ഹെലിപാഡ് നിർമ്മിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനെതിരെ നിലപാട് കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി തോമസ് ഉണ്ണിയാടനെ നിർത്തിയാൽ വിജയിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ്. ആളൂർ കാരൂരിലെ തുറുമ്പിക്കുളം പായൽ മൂടി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നീന്തൽക്കുളമാക്കി നവീകരിച്ച തുറുമ്പിക്കുളത്തിൽ പായൽ നിറഞ്ഞതോടെ കുളിക്കാനിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതി. വാർത്തകൾ വിശദമായി. മണ്ണുത്തിയിടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ. മണ്ണെടുക്കാനുള്ള അപേക്ഷകൾ ജില്ലാ ജിയോളജി വകുപ്പ് അധികൃതർ നിരസിക്കുന്നതാണ് തടസ്സമായി മാറുന്നത്. 16ലേറെ അപേക്ഷകളാണ് ഇതിനോടകം അധികൃതർ നിരസിച്ചത്. 6 മാസം മുൻപ് തീരേണ്ട അടിപ്പാതകളുടെ നിർമ്മാണം കാലവർഷത്തിന് മുൻപ് തീർക്കാൻ കഴിയണമെങ്കിൽ മണ്ണ് ലഭ്യമാക്കണമെന്നാണ് കരാറുകാരുടെ ആവശ്യം. ദേശീയപാതയിൽ ആമ്പല്ലൂർ, പേരാമ്പ്ര, കൊരട്ടി, മുരുങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിലാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. അടിപ്പാതകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുമ്പോഴും അടിപ്പാതകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. മഴക്കാലത്തിനു മുമ്പ് അടിപ്പാതകളുടെ നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാകും. പ്രതിസന്ധി പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. ദേശീയപാതയിൽ ചാലക്കുടി പുഴമ്പാലത്തിന് സമീപം പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് തീപിടിച്ച് ഒരാൾക്ക് പൊള്ളലേറ്റു. ബൈക്ക് യാത്രികനായ അവണിശ്ശേരി പെരിഞ്ചേരി അടാത്തേടത്ത് വീട്ടിൽ സുനിൽകുമാറിനാണ് പൊള്ളലേറ്റത്. ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറത്തു നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനിലേക്ക് സുനിൽകുമാർ ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി വന്നിടിക്കുകയായിരുന്നു. ബൈക്ക് വാനിന്റെ അടിയിൽപ്പെട്ടു. ഇരു വാഹനങ്ങളും റോഡിൽ ഉരസിയാണ് തീപിടുത്തമുണ്ടായത്. പെട്ടെന്ന് തന്നെ തീ ആളിപ്പടർന്നു. വാനിലുണ്ടായിരുന്ന ഡ്രൈവർ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. വാനിനടിയിൽ കുടുങ്ങിക്കിടന്ന സുനിൽകുമാറിനെ നാട്ടുകാർ വലിച്ചുമാറ്റി. ഇതിനിടെ ചാലക്കുടി യൂണിറ്റിൽ നിന്നും അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തി തീയണച്ചു. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. പിക്കപ്പ് വാനിന്റെ മുൻഭാഗവും കത്തി. ഗുരുവായൂർ ഇന്നർ റിംഗ് റോഡിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വൻ അപകടം ഒഴിവായത് തലനാരിഴക്കി. ക്ഷേത്രത്തിന്റെ വടക്കേ നടപ്പുരയ്ക്കും ഇന്നർ റിംഗ് റോഡിനുമിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. വഴിയാത്രക്കാർ വലിച്ചിട്ട സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. ഒഴിഞ്ഞ പറമ്പിൽ പുല്ലുകളും മരങ്ങളുമായി കാട് പിടിച്ചു കിടക്കുകയാണ്. വലിയ തോതിൽ മാലിന്യവും കൂട്ടിയിട്ടിട്ടുണ്ട്. മാലിന്യത്തിലേക്ക് തീ പടർന്നതോടെ കറുത്ത പുകയും രൂക്ഷഗന്ധവും അനുഭവപ്പെട്ടു. പുക വ്യാപിച്ചതോടെ ഇന്നർ റിംഗ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ പറമ്പിന് പരിസരത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ വലിയ രീതിയിൽ തീ ആളിപ്പടർന്നതോടെ പരിസര സ്ഥാപനങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയായി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അരമണിക്കൂറോളം സമയമെടുത്താണ് തീ പൂർണ്ണമായും അണച്ചത്. ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തർ കടന്നുപോകുന്ന ഇവിടെ വലിയ തോതിൽ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നത് പുറത്തേക്ക് കണ്ടിരുന്നില്ല. കാട് കത്തി അമർന്നതോടെയാണ് മാലിന്യ ശേഖരം വെളിച്ചത്തായത്. ബംഗളൂരു സ്വദേശിയായ ഗോപാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള 7 സെന്റ് സ്ഥലമാണിത്. ഇവർ സ്ഥലത്തില്ലാത്തതിനാൽ വർഷങ്ങളായി സ്ഥലം കാടുപിടിച്ചു കിടക്കുകയാണ്. ഈ പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ താവളമടിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട്. ഇവരെ ഒഴിപ്പിക്കാൻ ടെമ്പിൾ പോലീസ് നടപടി തുടങ്ങി. മാലിന്യം 15 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ ഫയർ സ്റ്റേഷൻ ഓഫീസർ S. ബിജു സ്ഥല ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. നഗരസഭാ ഉപാധ്യക്ഷൻ KK ജ്യോതിരാജ് സ്ഥലത്തെത്തി.
സ്ഥലമുടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പോലീസും നഗരസഭാ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായി ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. എന്തൊരു പകയാണ് കേന്ദ്രത്തിന് കേരളത്തിനോടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക മൂലം എല്ലാ പദ്ധതികളിൽ നിന്നും കേരളത്തെ മാറ്റി നിർത്തുകയാണെന്നും മുഖ്യമന്ത്രി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന LDF വികസന മുന്നേറ്റ യാത്രയുടെ തെക്കൻ മേഖലാ ജാഥ ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ അവരെയടക്കം നിരാശപ്പെടുത്തുന്ന പ്രഖ്യാപനമാണ് വന്നത്. ഇതിൽ പ്രത്യേകം നമ്മൾ കാണുന്നത് പകയും വിദ്വേഷവും കേരളത്തോടും ജനങ്ങളോടും കാണിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ അധികാരം കേന്ദ്രം കവർന്നെടുക്കുകയാണ്. കേരളം രാജ്യത്തിന് അഭിമാനിക്കാവുന്ന സംസ്ഥാനമാണ്. എന്നാൽ കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനം അവഗണിക്കപ്പെടുകയാണ്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും എയിംസ് ഉണ്ട്, പക്ഷേ കേരളത്തിന് എയിംസ് ഇല്ല. എയിംസ് സ്ഥാപിക്കാനുള്ള സ്ഥലം സംസ്ഥാനം കണ്ടെത്തി നിർദ്ദേശിച്ചതാണ്. കേന്ദ്രമന്ത്രിമാരെ കണ്ട് സംസാരിച്ചെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല. നിരാശ എയിംസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഒരു വിഹിതവും കേരളത്തിന് ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗത്തും പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചില്ല. കേരയിൽ പദ്ധതി കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിർദ്ദേശിച്ചതാണ്. അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. BJPയുടെ B ടീമായി കോൺഗ്രസ് മാറി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ അര അക്ഷരം പോലും അവരുടെ വക്താക്കൾ ശബ്ദിക്കാതെ നിശബ്ദമായി ഇരുന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വം, K രാധാകൃഷ്ണൻ MP, UR പ്രദീപ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ ഹെലിപാഡ് നിർമ്മിക്കുന്നതിനെ ചൊല്ലി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തർക്കം. 1 മണിക്കൂറോളം നീണ്ട തർക്കത്തിനൊടുവിൽ UDF BJP കൌൺസിലർമാരുടെ വിയോജിപ്പോടെ പദ്ധതി അംഗീകരിച്ചു. കേന്ദ്ര നഗര ഭവനകാര്യ മന്ത്രാലയത്തിന്റെ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിടത്തിന് മുകളിലാണ് ഹെലിപാഡ് നിർമ്മിക്കുന്നത്. ഇതിനായി 5 കോടി രൂപയുടെ DPR സമർപ്പിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി കരാറിൽ ഒപ്പിടുന്നതിനും നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നതിനാണ് കൌൺസിലിൽ അനുമതി തേടിയത്. കാർ പാർക്കിംഗ് കേന്ദ്രത്തിന് മുകളിൽ ഹെലിപാഡ് നിർമ്മിക്കുന്നതിൽ വാർഡ് കൌൺസിലർ PM കൃഷ്ണപ്രിയ ആശങ്ക പ്രകടിപ്പിച്ചു. അടിയന്തര യോഗം വിളിച്ച് കൌൺസിലർമാർക്ക് മുന്നിൽ DPR അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് പറഞ്ഞു. എതിർപ്പിനിടയിലും പദ്ധതിക്ക് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അനുമതി നൽകിയതോടെ UDFും BJPയും വിയോജിപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനെതിരെ നിലപാട് കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ തോമസ് ഉണ്ണിയാടനെ നിർത്തിയാൽ വിജയസാധ്യത ഇല്ലെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതായി യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്ന യൂത്ത് ഫ്രണ്ടിന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ഇരിങ്ങാലക്കുട സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ ആവശ്യപ്പെട്ടു. ഭരണകൂടത്തിനെതിരായ സമരങ്ങളുടെ പേരിൽ കേസുകൾ നേരിടുന്നവരാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകരിൽ എത്ര പേർക്ക് കേസുകളുണ്ടെന്ന് വ്യക്തമാക്കണം. യൂത്ത് കോൺഗ്രസിനെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. റിബൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച കീഴ്വഴക്കം ഇരിങ്ങാലക്കുടയിൽ സൃഷ്ടിച്ചത് കേരള കോൺഗ്രസ് ആണ്. ഉണ്ണിയാടൻ വേണ്ട എന്ന അഭിപ്രായം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. യൂത്ത് ഫ്രണ്ടുകാരെ ഇളക്കിവിട്ടാൽ അഭിപ്രായം മാറ്റുമെന്ന് ഉണ്ണിയാടൻ കരുതേണ്ടതില്ല. സ്ഥാനാർത്ഥിയെ UDF പ്രഖ്യാപിച്ചാൽ മുന്നണി തീരുമാനം അംഗീകരിച്ച് പ്രവർത്തന രംഗത്ത് യൂത്ത് കോൺഗ്രസ് സജീവമായി ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. നിയോജകമണ്ഡലം ഭാരവാഹികളായ എബിൻ ജോൺ, വിനു ആന്റണി, ഡേവിസ് ഷാജു, ഷിൻസ് വടക്കൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ,
ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. ആളൂർ പഞ്ചായത്തിലെ കാരൂരിലുള്ള തുറുമ്പിക്കുളം പായൽ മൂടി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നീന്തൽക്കുളമാക്കി നവീകരിച്ച തുറുമ്പിക്കുളത്തിൽ പായൽ നിറഞ്ഞതോടെ കുളിക്കാനിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആളൂർ പഞ്ചായത്തിന്റെ ജലസ്രോതസ്സുകളിലൊന്നാണ് കാരൂരിലെ തുറുമ്പിക്കുളം. ഒരു കാലത്ത് ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് സമീപത്തെ നെൽപ്പാടങ്ങളിൽ കൃഷി ഇറക്കിയിരുന്നത്. ഇടക്കാലത്ത് നാശോമുഖമായി കിടന്ന കുളം ജനങ്ങളുടെ നിരന്തരമായ മുറവിളിയെ തുടർന്ന് ഏതാനും വർഷം മുമ്പ് കരിങ്കല് കെട്ടി സംരക്ഷിച്ചു. 2012 കുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്തി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും നടപ്പാക്കി. കുളത്തിലെ ജലസമൃദ്ധി കണക്കിലെടുത്ത് 2019 സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി കുളത്തിന്റെ രണ്ടു വശത്തും ടൈൽ വിരിച്ച് നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കി. എന്നാൽ ആഫ്രിക്കൻ പായൽ മൂടിയതോടെ തുറുമ്പിക്കുളത്തിൽ നീന്താനിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ. പായൽ നീക്കം ചെയ്ത് കുളം വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടകര. സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയ പുത്തൂർ ബസ് സ്റ്റാൻഡിനും ഒളക്കര റോഡിനും ഭരണാനുമതി ലഭിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഒളക്കര ആദിവാസി ഉന്നതിയിലേക്കുള്ള ആനക്കുടി റോഡ് നിർമ്മാണത്തിന് 3 കോടി രൂപയും പുത്തൂരിൽ ബസ് സ്റ്റാൻഡും വ്യാപാര സമുച്ചയവും നിർമ്മിക്കുന്നതിന് 3 കോടി രൂപയുടെ പദ്ധതിക്കുമാണ് AS ലഭിച്ചിരിക്കുന്നത്. പെരിങ്ങാട് പുഴയിൽ നിന്നും മണലെടുക്കുന്നതിന്റെ മറവിൽ പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ സ്വകാര്യ വ്യക്തികൾ സ്ഥലം നികത്തുന്നതായി പരാതി. പാവറട്ടി പഞ്ചായത്ത് ഗ്രൌണ്ടിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് അനധികൃതമായി നികത്തുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത്. ഹൈവേ നിർമ്മാണത്തിനായി പെരിങ്ങാട് പുഴയിൽ നിന്നും സ്വകാര്യ കരാർ കമ്പനിയാണ് മണലെടുക്കുന്നത്. പുഴയിൽ നിന്നും എടുക്കുന്ന മണൽ പഞ്ചായത്ത് ഗ്രൌണ്ടിലാണ് താൽക്കാലികമായി സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഗ്രൌണ്ടിനോട് ചേർന്നുള്ള സ്ഥലമാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്താൻ ശ്രമിക്കുന്നതായി പറയുന്നത്. പരാതികൾ ഉയർന്നതോടെ മണ്ണെടുപ്പും നികത്തലും നിർത്തിവെച്ച നിലയിലാണ്. തീരദേശ മേഖലയിൽ അനധികൃതമായി സ്വകാര്യ വ്യക്തി സ്ഥലം നികത്തുന്നതിനെതിരെ BJP പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. തീരദേശ മേഖലയിൽ അനധികൃതമായ സ്ഥലം നികത്തൽ ഇനിയും തുടർന്നാൽ BJP ശക്തമായ ജനകീയ പ്രക്ഷോഭവുമായി രംഗത്തെത്തുമെന്ന് മുൻ വാർഡ് മെമ്പറും BJP പ്രവർത്തകനുമായ മണികണ്ഠൻ പറഞ്ഞു. ഇവിടെ അനധികൃതമായിട്ടുള്ള ശിവാലയ കമ്പനിയുടെ മണ്ണെടുപ്പിന്റെ മറവിൽ ഇവിടെ സ്വകാര്യ വ്യക്തികൾ ഇവിടെ സ്ഥലങ്ങൾ തൂത്തുകൊണ്ടിരിക്കുകയാണ്. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോടും അതുപോലെ തന്നെ അവിടെ ബന്ധപ്പെട്ട ഭരണസമിതി അംഗങ്ങളും നേരിട്ട് കണ്ടിട്ട് പോലും പാവറട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം വെറും സാധാരണ ഒരു ഉദ്യോഗസ്ഥരുടെ നെഞ്ചത്ത് മാത്രം ഇട്ടുകൊണ്ട് അതിനെതിരെ കൈയൊഴുകുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം പ്രവൃത്തികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെട്ടതിൽ പോലും അദ്ദേഹം ഇതിനുവേണ്ടി പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. തിരുവില്ലാമല പട്ടിപ്പറമ്പ് തോട്ടുംപള്ളിയിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു. ബ്രേക്ക് നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് വീട്ടിലേക്ക് ഇടിച്ചു കയറി. പഴമ്പാലക്കോട് മംഗലം ഡാം റൂട്ടിലോടുന്ന റജബ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരുന്ന മെറ്റൽ കൂനയിൽ തട്ടി ബസ് സമീപത്തെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തൃപ്രയാർ പാലത്തിന് മുകളിൽ പിക്കപ്പ് ലോറി പാലത്തിന്റെ കൈവരിയിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പഴനി സ്വദേശികളായ മുത്തുപാണ്ടി, മനോജ് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വലപ്പാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി മങ്ങാട് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ 3 ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് നിഷാദ്, കോട്ടപ്പുറം സ്വദേശി വിനു എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന സെയിൽസ് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ നിഷാദിനെയും വിനുവിനെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാടുകുറ്റിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം നടത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് സ്വദേശികളായ സുജോൻ, ഷാൽത്തു, കൊൽക്കത്ത സ്വദേശി മീസാൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ചെറുവാളൂർ സ്വദേശി രത്നമോഹന്റെ വീട്ടിലാണ് മോഷണം നടത്തിയത്. കൊരട്ടി SHO അമൃതരംഗന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്
പ്രതികളെ പിടികൂടിയത്. ചേലക്കര കൊളത്തൂർ അയ്യപ്പങ്കാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് യുവതിക്കും 3 വയസ്സുകാരിയായ മകൾക്കും പൊള്ളലേറ്റു. കൊളത്തൂർ സ്വദേശിനി ഉമ, മകൾ പൂർവി എന്നിവർക്കാണ് പരിക്കേറ്റത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ അനുമതിയില്ലാതെ അശ്രദ്ധമായി ചൈനീസ് പടക്കം പൊട്ടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. പരിക്കേറ്റവർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ചേലക്കര പോലീസ് കേസെടുത്തു. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ മികച്ച അങ്കണവാടി വർക്കർക്കുള്ള പുരസ്കാരം CP ആനി ടീച്ചറെ തേടിയെത്തിയപ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായി മാറി. ആളൂർ പഞ്ചായത്തിലെ വെള്ളാഞ്ചിറ 16 നമ്പർ അങ്കണവാടിയിലെ ജീവനക്കാരിയാണ് ചാലക്കുടി സ്വദേശിനിയായ ആനി. വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന സേവന പദ്ധതിയിലെ മികച്ച അംഗനവാടി വർക്കർ പുരസ്കാരമാണ് ആനിക്ക് ലഭിച്ചത്. ചാലക്കുടി ചങ്ങൻവീട്ടിൽ വിൽസന്റെ ഭാര്യയായ ആനി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി അംഗനവാടിയിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഈ വെള്ളാഞ്ചിറ നാടിനോട് അത്രയും ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് രക്ഷിതാക്കളുടെ സഹകരണം ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഈ സംസ്ഥാന അവാർഡ് വാങ്ങിക്കാൻ ഒരു അർഹത ഉണ്ടായത്. അടുത്ത വർഷം ഞാൻ റിട്ടയർ ആവുകയാണ്. ഈ ജോലിയിൽ നിന്ന് ഇറങ്ങി പോണല്ലോ എന്നോർത്തൊരു വിഷമമുണ്ട്. ശമ്പളം കുറവാണെങ്കിലും ജനങ്ങളുടെ ഈ സ്നേഹവും സഹകരണവും കാണുമ്പോൾ എന്നും ഈ ജോലിയിൽ തുടർന്നുകൊണ്ട് പോകാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഹെൽപ്പർ ആയാലും നല്ല സപ്പോർട്ടാണ്. രക്ഷിതാക്കളിൽ നിന്നുള്ള ഒരു നല്ലൊരു സന്തോഷവും കുട്ടികളോടൊത്തുള്ള നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ജീവിതം തന്നെ കുട്ടികളോടൊത്താണ്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ് ഈ ജോലിയിൽ തുടരാനായിട്ട്. 42 വർഷമായി വെള്ളാഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന ഈ അംഗനവാടിയിൽ നിരവധി കുരുന്നുകളാണ് അറിവിന്റെ ആദ്യ പാഠങ്ങൾ നുകർന്നു പോയിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ലക്ഷ്യമിട്ട് അംഗനവാടിയിൽ സ്വന്തമായി ന്യൂട്രി ഗാർഡനും ആനി ടീച്ചർ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ അക്ഷയപാത്രവും പൂന്തോട്ടവും അംഗനവാടിയിലെ കുരുന്നുകളുടെ രക്ഷിതാക്കൾക്കായി വർണ്ണക്കൂട്ട് എന്ന പേരിൽ ലൈബ്രറിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത വർഷം സേവനത്തിൽ നിന്നും പടിയിറങ്ങാൻ ഇരിക്കെയാണ് ആനി ടീച്ചർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. TCV ന്യൂസ് കൊടകര. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിച്ച യുവാവിന് 47 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയും ശിക്ഷ. വാടാനപ്പള്ളി നടുവിൽ താമസിക്കുന്ന പണിക്കശ്ശേരി വീട്ടിൽ അമർ തേജസിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. തളിക്കുളം പഞ്ചായത്തിൽ അനധികൃതമായി 200ഓളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ച BJP നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് UDF പ്രവർത്തകർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, UDF പഞ്ചായത്ത് ചെയർമാൻ PM അബ്ദുൽ ജബ്ബാർ, സുനിൽ ലാലൂർ, PI ഷൌക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. ഇവിടെ തന്നെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ MP സ്വാഗതം പറഞ്ഞ പട്ടികയിൽ കാട്ടകാമ്പാൽ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്ന് CPIയെ മാറ്റി നിർത്തിയതിൽ പ്രതിഷേധം. പഞ്ചായത്ത് ഭരണസമിതി ഏകാധിപത്യ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് CPI ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. ജനാധിപത്യ രീതിക്ക് നിരക്കാത്ത ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതൃത്വം അറിയിച്ചു. KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PK രവീന്ദ്രൻ, ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി KM മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കുമരനെല്ലൂർ ദേശം പൂരത്തിന് മുന്നോടിയായി ഉത്രാളിക്കാവ് ഭഗവതിക്ക് സമർപ്പിക്കുന്ന 51ാമത് ദേശപ്പാനയ്ക്ക് കാലിടൽ ചടങ്ങോടെ തുടക്കമായി.
തുടർന്ന് കറുവണ്ണ ക്ഷേത്രനടയിൽ നിന്നും ഭഗവതിയെ വെള്ളിത്തിരുത്തി ദിനേശിന്റെ നേതൃത്വത്തിലുള്ള മേളത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ പാനാപന്തലിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. വിശേഷാൽ പൂജകൾക്ക് കരിമത്ര കൃഷ്ണൻകുട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബുധനാഴ്ച പുലർച്ചെ നടക്കുന്ന പാനവലത്ത് കനലാട്ടം, കോമരത്തിന്റെ കൽപ്പന, ഗുരുതി സമർപ്പണം തുടങ്ങിയ ചടങ്ങുകളോടെ സമാപനമാകും. ശ്രീധരൻ വെള്ളാളത്ത്, തങ്കപ്പൻ നായർ, ഭാസ്കരൻ മീത്തിലാത്ത് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പാനാഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. ഉത്രാളിപൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, വർക്കിംഗ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, പാനാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ P സുനിൽകുമാർ, K മനോജ്, K കൃഷ്ണകുമാർ, KP ഗോപാലകൃഷ്ണൻ, P രാജൻ, EK രവീന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നടത്തറ കണ്ണാറ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ UDF നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചട്ടി സെന്ററിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ES അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ML ബേബി, PM രാജീവ്, പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപുര ഫ്ളൈഓവറിന് താഴെ പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെരനെല്ലൂർ സ്വദേശി തൃക്കൂക്കാരൻ വീട്ടിൽ റോഷനാണ് പിടിയിലായത്. എറിയാട് സ്വദേശി അഭിഷേകിന്റെ ബുള്ളറ്റാണ് പ്രതി മോഷ്ടിച്ചത്. 15ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് റോഷൻ എന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ SHO BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേന്ദ്ര ബഡ്ജറ്റിനെതിരെ വ്യത്യസ്ത രീതിയിൽ കോഴിമുട്ടയിൽ പ്രതിഷേധവുമായി മുൻ കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വിശ്വനാഥൻ. CPM പാറമേൽപ്പടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടി നടത്തിയത്. കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരെയായിരുന്നു കരിദിനം ആചരിച്ച് മുട്ട വിതരണം ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം VS പ്രസാദ്, പഞ്ചായത്ത് അംഗം PR വിശ്വനാഥൻ, PK ജയപ്രകാശ്, CITU പഞ്ചായത്ത് സെക്രട്ടറി VP മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവവും പ്രതിഷ്ഠാദിനവും വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃക്കൂർ, പൊന്നൂക്കര, കല്ലൂർ ദേശങ്ങളിലെ 20 സമാജങ്ങൾ വേല മഹോത്സവത്തിൽ പങ്കാളികളാവും. 23 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ഗജരാജൻ ഊട്ടോളി അനന്തൻ ദേവിയുടെ തിടമ്പേറ്റും. കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം, തുടർന്ന് കുടമാറ്റം, വേലകളി തുടങ്ങിയ ചടങ്ങുകളും നടക്കും. എടത്തിരുത്തി പഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നൌമി പ്രസാദ്, അജിത കുമാരി, ഐഷാബി മുഹമ്മദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ കോൾ നിലങ്ങളിൽ തീപിടിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടിക നിയോജകമണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൃഷിസ്ഥലങ്ങളുടെ സമീപത്തുള്ള പുല്ലുകൾ നീക്കം ചെയ്യാത്തതാണ് തീപിടിക്കാൻ കാരണമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നിയോജകമണ്ഡലം പ്രസിഡന്റ് ബാബു ജോർജ് വടക്കൻ, സംസ്ഥാന സെക്രട്ടറി MB സജീവൻ, ജില്ലാ സെക്രട്ടറി സുധീർ പാടൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇരിങ്ങാലക്കുട ശ്രീ വിശ്വനാഥപുരം കാവടിപൂര മഹോത്സവത്തിന് പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. തിരക്കേറിയ സ്ഥലങ്ങളിൽ നിരീക്ഷണത്തിനായി CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ഡ്രോൺ നിരീക്ഷണം, ബൈക്ക് പട്രോളിംഗ്, പിങ്ക് പോലീസ് സേവനം എന്നിവയും ഏർപ്പെടുത്തും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഡാൻസ് ഓഫ് സംഘത്തെയും നിയോഗിച്ചു. വ്യാഴാഴ്ച ഇരിങ്ങാലക്കുടയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. ചാവക്കാട് കിണറ്റിൽ വീണ മുള്ളൻ പന്നിയെ രക്ഷപ്പെടുത്തി. TVS ഷോറൂമിന് പുറകിലെ കിണറ്റിലാണ് മുള്ളൻ പന്നിയെ കണ്ടത്. ജീവനക്കാർ എത്തിയപ്പോഴാണ് വിവരമറിയുന്നത്. തുടർന്ന് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ മുള്ളൻ പന്നിയെ രക്ഷപ്പെടുത്തി വനം വകുപ്പിന് കൈമാറി. തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് മുൻപ് സുരക്ഷ, സഞ്ചാര സൌകര്യം എന്നിവ ഉറപ്പുവരുത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു.
സമഗ്രമായ സുരക്ഷാ ഓഡിറ്റിംഗ് അത്യാവശ്യമാണ്. 300 ഏക്കറോളം വരുന്ന പാർക്കിൽ സന്ദർശനം നടത്തുന്നതിന് ട്രാംപേ സംവിധാനം ഒരുക്കണമെന്നും ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിർമ്മാണം നടക്കുന്ന തിച്ചൂർ ഇട്ടോണം റോഡിന്റെയും തിച്ചൂർ തളി റോഡിന്റെയും നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ UR പ്രദീപ് MLA സന്ദർശനം നടത്തി. 3,48 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തിച്ചൂർ ഇട്ടോണം റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. 5 കോടി രൂപ ചെലവഴിച്ചാണ് തിച്ചൂർ മുതൽ തളി വരെ 4 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിക്കുന്നത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ 92% പൊതുമരാമത്ത് റോഡുകൾ BMBC നിലവാരത്തിലാക്കിയിട്ടുണ്ടെന്നും ബാക്കി വരുന്നവ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി ഉടൻ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും UR പ്രദീപ് MLA അറിയിച്ചു. പഴയന്നൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുമ്പോഴും അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന് ആക്ഷേപം. കഴിഞ്ഞ ദിവസം മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. കൃഷി സംരക്ഷിക്കാനൊരുക്കിയ കമ്പിവേലികൾ തകർത്താണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ കൃഷിയിടത്തിലെത്തിയത്. കാട്ടുപന്നികളെ തുരത്താൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. കൃഷി നശിപ്പിക്കുന്ന പന്നികളെ കൊന്നൊടുക്കാൻ നിയമ സംവിധാനങ്ങളുണ്ടായിട്ടും അധികൃതർ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. ചാവക്കാട് തിരുവത്ര അത്താണി ഗ്രാമകുളം കർത്യാനി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉത്സവ ആഘോഷങ്ങൾ ക്ഷേത്രം അങ്കണത്തിൽ എത്തിച്ചേർന്നു. ഗജവീരന്മാരുടെ അകമ്പടിയിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വാഴപ്പുള്ളി ദേവദാസൻ, സെക്രട്ടറി KK രാധാകൃഷ്ണൻ, ട്രഷറർ KA ശശിധരൻ, രക്ഷാധികാരി MS ജനാർദ്ദനൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള മഹിളാ സംഘം ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശ്രീനാരായണപുരത്ത് നടന്നു. കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ, CPI കൈപ്പമംഗലം മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CR റോസിലി, ഗീതാ രാജൻ, സജ്ന പർവിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,110 രൂപ, പവന് 1,12,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മണ്ണുതീടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ദേശീയപാത അതോറിറ്റി. ചാലക്കുടി പുഴമ്പാലത്തിന് സമീപം പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് കത്തി ബൈക്ക് യാത്രക്കാരന് പൊള്ളലേറ്റു. ഗുരുവായൂർ ഇന്നർ റിംഗ് റോഡിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. വൻ അപകടമൊഴിവായത് തലനാരിഴക്കി. എന്തൊരു പകയാണ് കേന്ദ്രത്തിന് കേരളത്തിനോടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക മൂലം എല്ലാ പദ്ധതികളിൽ നിന്നും കേരളത്തെ ഒഴിച്ചു നിർത്തുകയാണെന്നും മുഖ്യമന്ത്രി. ഗുരുവായൂരിൽ ഹെലിപ്പാഡ് നിർമ്മിക്കുന്നതിനെ ചൊല്ലി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തർക്കം. നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിടത്തിന് മുകളിലാണ് ഹെലിപ്പാഡ് നിർമ്മിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടനെതിരെ നിലപാട് കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി തോമസ് ഉണ്ണിയാടനെ നിർത്തിയാൽ വിജയിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ്. ആളൂർ കാരൂരിലെ തുറുമ്പിക്കുളം പായൽ മൂടി നശിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നീന്തൽക്കുളമാക്കി നവീകരിച്ച തുറുമ്പിക്കുളത്തിൽ പായൽ നിറഞ്ഞതോടെ കുളിക്കാനിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.